ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ലാസ്സൊക്കെ ഞാൻ പോണ്. നമ്മളിന്ന് വ്യഞ്ജനാക്ഷരങ്ങളുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ടീച്ചർക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്, എന്താണ് ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ടീച്ചർ തന്നെയാണ് ചിലപ്പോൾ അത് ആയിൽ അവസാനിക്കുന്ന അക്ഷരങ്ങളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേരിട്ടേക്കണേന്ന് അങ്ങോട്ട് ടീച്ചർ തന്നെ സ്വയം കൺക്ലൂഡ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ അകത്ത് ചില പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില്ലക്ഷരങ്ങൾ എന്നും പറഞ്ഞ് വേറൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ 36 വ്യഞ്ജനാക്ഷരങ്ങളും 5 ചില്ലക്ഷരങ്ങളും, അങ്ങനെ 41 എണ്ണം. അപ്പം അതിൻ്റെ അകത്ത് ഇല്ലാത്ത 5 എണ്ണം ചില്ലക്ഷരങ്ങൾ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് 4 വ്യഞ്ജനാക്ഷരങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഗ്രൂപ്പ് തീരും. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാമല്ലോ. ആദ്യം ടീച്ചർ എടുക്കാൻ പോകുന്ന ഒരക്ഷരം കുഞ്ഞുനാൾ മുതൽ, കുഞ്ഞുനാളല്ല ഇത്തിരി വലുതായപ്പോഴും എനിക്കത് ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ള ഒരു അക്ഷരമാണ്. ഇതറിയാം നമുക്ക് എന്താണിത്? ത. തലയുടെ ത. ഇതാ നമ്മളൊരു കോയിൻസ് ഒക്കെ ഇട്ട ക്ലാസ് എടുത്തപ്പോൾ ഈ അക്ഷരം പഠിച്ചെന്താണ്? ധനം. ധനത്തിൻ്റെ ധ. ഇത് രണ്ടും കൂടി കൂട്ടുക എന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി. കുഞ്ഞുനാളിൽ കുറേ കൂട്ടക്ഷരങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇത് പഠിക്കുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവില്ലായിരുന്നു. ഇത് ഒറ്റക്കൊരക്ഷരമാണ്. ഇത് ശബ്ദിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം മഴയുടെ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ ഈ അക്ഷരം പഠിച്ചില്ലേ? ഈ അക്ഷരം എന്താണ്? ജ പഠിച്ചില്ലേ? ഈ ജായോട് കൂടി ഈ ഒരു ചില ടീച്ചർ പഠിപ്പിക്കാട്ടെ എന്താണെന്ന്. ഒരു ഹ ശബ്ദം, ഛ ഛ. ജായോട് കൂടി ഒരു ഹ ശബ്ദം കൊടുക്കുമ്പോൾ ഛ. ഈ ഛായാണ് ഈ സംഗതി. ഇതൊരൊറ്റൊരക്ഷരമാണ്, കൂട്ടക്ഷരമല്ല. പക്ഷെ ഇത് ഈ 2 അക്ഷരങ്ങൾ ചേർത്തിട്ട് ഝ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ കൂട്ടക്ഷരങ്ങൾ പഠിക്കൂലേ, ആകെ കൺഫ്യൂഷൻ വരും. അപ്പം ഇതിനെ നമ്മൾ ഒരു പ്രത്യേക വിങ്ങായിട്ട് തന്നെ പഠിക്കണം. ശ്രദ്ധിച്ച് ടീച്ചർ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഏതെന്ന് വെച്ചാൽ ത, തല. ഇത് ധ. ഇതിന് ധൈര്യത്തിൻ്റെ ധായും ഇത് തന്നെയാണ്, ധൈര്യം. ഇത് തല. അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസിൽ ഒരു മഹത് വ്യക്തിനെ കുറിച്ച് പഠിക്കും. ആരാന്ന് വെച്ചാൽ ലക്ഷ്മിഭായ്. പണ്ട് ബ്രിട്ടീഷുകാരെ കൂടി ധീരമായി പോരാടിയ ഒരു ധീര വനിതയാണ്. അപ്പം ആ ലക്ഷ്മിഭായിയെ ഇവിടെ നമുക്ക് കൊണ്ടുവരാം. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിഭായി അപ്പം എങ്ങനെയുള്ളതായിരിക്കും? ബ്രിട്ടീഷുകാരെ കൂടിയൊക്കെ യുദ്ധം ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി തലയെടുപ്പൊക്കെ വേണം അല്ലേ? അപ്പോൾ തലയെടുപ്പുള്ള ധീര വനിത. അപ്പം നിങ്ങളൊക്കെ തലയെടുപ്പുള്ള ധീര വനിതക്ക് എന്താണ്? ഝ. ഈ ലക്ഷ്മിഭായി ഏത് സ്ഥലത്തായിരുന്നു? ഡൽഹിയിലെ ഝാൻസിയിലായിരുന്നു. ഝാൻസി. ആ ഛായാണ് ഇത്. അപ്പം ഝാൻസിയിലെ ലക്ഷ്മിഭായിനെ നമുക്ക് ഈ ഒരക്ഷരം പഠിക്കാൻ എടുക്കാം. അതിന് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയണം: ഝാൻസിയിലെ ലക്ഷ്മിഭായിയെ തലയെടുപ്പുള്ള ധീര വനിത എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെഴുതാം? ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി. ഛ. മനസ്സിലായില്ലേ? ഛ 3 പ്രാവശ്യം എഴുതുക. നമുക്ക് ഇതുവരെ പഠിച്ച അക്ഷരം വെച്ച് ഇതിൽ ഒരു വാക്ക് എഴുതാനായിട്ട് നമുക്ക് കിട്ടില്ല. എന്നാലും ഈ അക്ഷരം ഒരക്ഷരമാണ്, ഛ. ഝാൻസി. പിന്നെ നമ്മൾ ഛഷം, മത്സ്യം, അതും ഈ അക്ഷരം കൊണ്ട് തന്നെ എഴുതണം. വളരെ കുറച്ച് വാക്കുകളെ ഈ ഒരക്ഷരത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. തലയെടുപ്പുള്ള ധീര വനിത ആരാണ്? ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി. അപ്പം ഇത് 3 പ്രാവശ്യം എഴുതി തൽക്കാലം നമുക്കവിടെ നിൽക്കാം. നമുക്ക് അക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഝാൻസി റാണി ലക്ഷ്മിഭായി എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതെഴുതിയപ്പോൾ തായും ദായും കൂടി ചേർത്തില്ലേ? ഇനി നമ്മൾ ഈ ധ മാത്രം എഴുത്തായി ഇങ്ങനെയല്ലേ അല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു ചിഹ്നം ചേർത്ത് ഇങ്ങനെ ചേർത്താൽ ഈ അക്ഷരം ഏതാണെന്ന് വെച്ചാൽ ഇതെന്താണിത്? ഡുംഡും അല്ലേ? ചെണ്ട കൊട്ടണമെങ്കിൽ നമ്മൾ ഡുംഡും എന്നല്ലേ പറയണത്. അപ്പം ആ ഡ
ഡുംഡുമിൻ്റെ ഡായാണ് ഇത്. ഇപ്പോഴും നമുക്ക് അക്ഷരം എഴുതാൻ പറ്റില്ല, വാക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഡ ഡ 3 പ്രാവശ്യം എഴുതിയാൽ മതി. ഡുംഡുമിൻ്റെ ഡായാണിത്. ഡ നമ്മുടെ ധ റായുമായി ചേർത്ത് അങ്ങോട്ട് ധ എഴുതുമ്പോൾ ഡായായി. ഇനി ഈ ഢായ് ഒരു ഹാ ശബ്ദം ഢ, ഈ ഢ ഒരു ഹാ ശബ്ദമായിട്ട് ചേർക്കുമ്പോൾ കിട്ടുന്ന അക്ഷരമാണ് ഈ ഠ. ഠ മൂഢൻ എന്നൊക്കെയുള്ള വിഡ്ഢി എന്നൊക്കെ പറയൂലേ, അതിൻ്റെ ഡ. ഇത് നമ്മൾ സാധാരണ ഡെപ്പി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഡായാണിത്. ഈ അടുത്ത ഢ എന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയണം. ഠ മൂഢൻ, ഢക്ക എന്നൊക്കെയുള്ളതിൻ്റെ ഢ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ അക്ഷരമായിട്ട് അടുത്തിലേക്ക് വരുന്നത് ക. അപ്പം നമ്മുടെ കയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് ഉരുളാനും വിരളാനൊക്കെ പറ്റും അല്ലേ. എല്ലാ ദിക്കിലോട്ടും നമ്മൾ കുറേ അക്ഷരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഒത്തിരി കൈ വഴങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കായ എഴുതാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എത്ര റായുണ്ട്? കാ ഇങ്ങനൊരു റ, ഇങ്ങനൊരു റ, ഇങ്ങനൊരു റ, ഇങ്ങനൊരു റ അല്ലേ. നമുക്കതെല്ലാം കൂടി ചേർത്ത് എല്ലാം ക്ലോക്ക് വൈസിൽ കേട്ടോ, ഘടികാര ദിശയിൽ തന്നെ എഴുതുക ക. അപ്പോൾ നമ്മൾ എത്ര എഴുതണം? 3 കായ എഴുതുക. ക ക ക. ഒത്തിരി വാക്കുകൾക്ക് നമ്മൾ എഴുതാം. നമുക്ക് അതൊക്കെയാണ് ആദ്യത്തെ തന്നെ കറ, കര, കള, കറവ, കനക അല്ലേ. ഒത്തിരി വാക്കുകൾ നമുക്ക് കട പഠിച്ചതിൽ നിന്ന് ഒത്തിരി വാക്കുകൾ എഴുതാൻ പറ്റും. അപ്പോൾ അതങ്ങോട്ട് നിങ്ങൾക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് അർത്ഥവത്തായ വാക്കുകൾ എഴുതാം. ഇനി ഒരു കറക്ഷൻ ഉള്ളത്, ടീച്ചർ അത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ ഒന്നും ടീച്ചർ വെച്ചില്ലെന്ന് പറഞ്ഞില്ല. ടീച്ചർ ഒരിക്കലും നിങ്ങളെ ടാ പഠിപ്പിച്ചു. ടാ എന്നിട്ട് അതിനെ ഉറപ്പിച്ച് പറയുന്ന ഠ ഠ, അതിന് ടീച്ചർ ഇങ്ങനെയാണ് എഴുതിയത്. പക്ഷെ അത് അങ്ങനെയല്ല, ക്ലോക്ക് വൈസിലാണ് എഴുതുന്നത് കേട്ടോ. പാഠം പഠിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഈ ഠ ടീച്ചർ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ്, അങ്ങനെയല്ല ക്ലോക്ക് വൈസിലാണ്. പക്ഷെ ഇതൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കേട്ടോ. ഠ ഠ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ എഴുതണം. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഛ, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയുടെ ഛ, ഝഷം. അതിന് ഓർക്കേണ്ടത് ഇതൊരു കൂട്ടക്ഷരമല്ല, ഇത് ഒറ്റ ഒരക്ഷരമാണ്. തലയെടുപ്പുള്ള ധീര വനിത ഝാൻസി റാണി ലക്ഷ്മിബായി എന്ന് ഓർക്കുക. ആ ഛായാണ് ഈ ഛ. പിന്നെ അടുത്തത് നമ്മുടെ ചെണ്ട കൊട്ടുമ്പോഴുള്ള ഡും 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 ശബ്ദത്തിൻ്റെ ഡ, സാധാ ഡ, സോഫ്റ്റ് ആയിട്ട് പറയുക ഡ. അതിനെ കടുപ്പിച്ച് പറയുന്നതാണ് ഠ. അടുത്തത് നമ്മൾ പഠിച്ച ക. ഈ പിന്നെ ഇത് തിരുത്തി. ടീച്ചർമാർക്ക് തെറ്റ് പറ്റുമല്ലോ, ടീച്ചർ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നു. അടുത്ത ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടീച്ചർ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.